നമ്മുടെ പൗരസ്ത്യ ഭാഷാധ്യാപക സംഘടനയുണ്ട് കേരളത്തിൽ. അതായത് നമ്മുടെ കേരള സംസ്ഥാനം രൂപീകൃതമാവുന്നേക്കാൾ മുമ്പ് തന്നെ ഒരു അംഗീകാരം കിട്ടിയ ഒരു ഭാഷാധ്യാപക സംഘടനയാണ് പൗരസ്ത്യ ഭാഷാധ്യാപക സംഘടന. അതിന്റെ 78ാമത് സംസ്ഥാന വാർഷിക സമ്മേളനം ഈ വരുന്ന 29-30 ദിവസങ്ങളിലായിട്ട് നമ്മുടെ തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ചാണ് നടക്കുന്നത്. അതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ളതായ മഹീബ മാസ്റ്റർ, ഇതിന്റെ ജനറൽ കൺവീനർ പ്രദീപ് മാസ്റ്റർ, സഹരക്ഷാധികാരി ലീന ടീച്ചർ, പത്രാധിപര് ഡോക്ടർ എം ദിവ്യ എന്നിവരൊക്കെയാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഈ ഒരു കാലത്ത് ഭാഷാധ്യാപക സമൂഹം ഒരുപാട് വേദനകളും അവഗണനകളും സഹിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ഒരു 78 വർഷം മുമ്പ് ഈ പൗരസ്ത്യ ഭാഷ അധ്യാപക സംഘടന രൂപീകൃതമായിട്ടുള്ളത്. മലയാളം, സംസ്കൃതം, ഹിന്ദി അധ്യാപകരുടെ, അതായത് എയ്ഡഡ് മേഖലയിൽ മലയാളം, ഹിന്ദി, സംസ്കൃതം ഭാഷകൾ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ സംഘടനയായിട്ടാണ് PBS വളർന്നു പോകുന്നത്. പൗരസ്ത്യ ഭാഷ അധ്യാപക സംഘടന ഷോർട്ടായിട്ടാണ് ഈ PBS എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അതിന്റെ സംസ്ഥാന 78ാമത് വാർഷികം തൃശ്ശൂരിൽ വെച്ച് 2 ദിവസം വളരെ ഭംഗിയായിട്ട് നടത്തുവാനുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നു. അതിനു വേണ്ടിയുള്ളതായ എല്ലാ കാര്യങ്ങളും ചെയ്യണം. നമ്മുടെ മെയിൻ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ന് മാതൃഭാഷ അവഗണിക്കപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് വളരെയധികം സംശയത്തിന്റെ കാലഘട്ടത്തിലാണ്. ഒരുപാട് കാലമായി നമ്മൾ അതിനുവേണ്ടി രംഗത്തേക്ക് എത്തുന്നുണ്ട്. മലയാളിയുടെ മാതൃഭാഷയായ മലയാളം ഇന്ന് കേരളത്തിൽ 1ാം ഭാഷയായിട്ടാണോ ഉള്ളത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അവരുടെ കന്നഡയാണെങ്കിലും തമിഴാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ 1ാം ഭാഷ വിദ്യാലയങ്ങളിൽ നിർബന്ധ വിഷയമായിട്ട് മാറുമ്പോൾ കടലാസുകളൊക്കെ 1ാം ഭാഷ മലയാളമാണ് എന്ന് പറയുമ്പോൾ മലയാളത്തോടൊപ്പം തന്നെ നിരവധി ഭാഷകളും 1ാം ഭാഷയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കേരള സംസ്ഥാനത്തിലാണ് മാതൃഭാഷ 1ാം ഭാഷയായിട്ട് നിലനിൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി നിരന്തര പരിശ്രമങ്ങളൊക്കെയും സംഘടന ഒരുപാട് കോടതി വ്യവഹാരങ്ങളിലൂടെയും അതുപോലെ നിരന്തര സമര പരിപാടികളൊക്കെയും നടപ്പിലാക്കിയിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇന്ന് മലയാള ഓർഡിനൻസ് വരെ 2018 മലയാള ഭാഷയ്ക്ക് ഓർഡിനൻസ് വരെ സർക്കാർ ഇറക്കിയിട്ടുണ്ട്. 1ാം ഭാഷ നിർബന്ധം മലയാളം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോഴും വിദ്യാലയങ്ങളിൽ നമ്മുടെ 1ാം ഭാഷ മലയാളം മാത്രമല്ല മറ്റ് പല ഭാഷകളും നിലനിൽക്കുന്നു എന്നതാണ്. ഇതൊരു മാറ്റത്തിൽ വിധേയമാകേണ്ടത് ആവശ്യമാണ്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ സംഘടന ശക്തമായിട്ട് രംഗത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രഭാഷയെ നമ്മൾ നന്നായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാരണം രാഷ്ട്രഭാഷ നമ്മുടെ കേരളത്തിന് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ രാഷ്ട്രഭാഷയും വിദ്യാർത്ഥികൾ നന്നായി അറിയണം. അത് സമൂഹത്തിനും ആവശ്യമാണ് എന്ന ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഇത്രയും കാലം മുമ്പ് തന്നെ മലയാളം, സംസ്കൃതം, ഹിന്ദി ഭാഷകളുടെ ഒരു കൂട്ടായ്മയായിട്ട് PBS വളർന്നു വന്നത്. എന്നാൽ പിന്നീട് സംസ്കൃത ഭാഷയ്ക്ക് വേണ്ടി സംസ്കൃത അധ്യാപക ഫെഡറേഷൻ രൂപീകൃതമായപ്പോൾ അവർ സ്വാഭാവികമായി ആ ഫെഡറേഷനിലേക്ക് കടന്നു പോവുകയും ഇന്ന് ഈ പൗരസ്ത്യ ഭാഷ അധ്യാപക സംഘടനയിൽ മലയാളം, ഹിന്ദി അധ്യാപകരുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് നിന്ന് വരുന്നത്. ഒരുപാട് പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും അധ്യാപകർക്ക് വേണ്ടി നിരന്തരമായിട്ട് സംഘടന പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിന്റെ ഭാഗമായുള്ള സംഘടനയുടെ 78ാമത്തെ സംസ്ഥാന വാർഷിക സമ്മേളനമാണ് ഈ 29-30 ദിവസങ്ങളിൽ നമ്മുടെ സാഹിത്യ അക്കാദമി MT ഹാളിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ പലപ്പോഴും സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നടന്നിട്ടുണ്ട്. അപ്പോ നല്ല ഒരു ഭാഷ, ഈ സംഘടന ഭാഷ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്നുള്ളത് കൊണ്ട് അവിടെ ഇത് പ്രത്യേകിച്ച് മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയ പിൻബലമില്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. കാരണം ഇവിടെ വ്യത്യസ്തമായ ഭാഷ ആദർശമുള്ളവർ, ആശയമുള്ളവരും ആദർശമുള്ളവരൊക്കെ ഈ സംഘടന അകത്തുണ്ടെങ്കിലും ഈ സംഘടന അകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം മാതൃഭാഷയും രാഷ്ട്രഭാഷയും എങ്ങനെ നല്ല രീതിയിൽ നിലനിർത്താനായിട്ട് സാധിക്കും എന്ന്. ഈ മാതൃഭാഷ പിന്നോട്ട് പോയത് വലിയൊരു പ്രശ്നം എന്താ, കുട്ടികളിലേക്ക് ഉണ്ടാകുന്ന സമൂഹത്തിൽ ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സംസ്കാരത്തെ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.
കാരണം നമ്മുടെ ഭാഷ, മാതൃഭാഷ നമ്മളിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് ആ കുട്ടികളിലേക്ക് ഉണ്ടാകുന്ന സംസ്കാരം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു എന്നതാണ്. നിർബന്ധമായിട്ട് മാതൃഭാഷ കുട്ടികൾ പഠിച്ചിരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കേണ്ടത് ഇന്നിന്റെ ആവശ്യമായിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് ആവശ്യം നിറവേറ്റാൻ വേണ്ടി എന്തായാലും സംസ്ഥാന സർക്കാർ നല്ല രീതിയിലൊക്കെയും ഈ ഭാഷ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ വലിയ സന്തോഷമുണ്ട്. മലയാള ഭാഷ ബില്ല് അംഗീകാരപ്പെടുത്തപ്പോഴൊക്കെ ഈ വളരെ സന്തോഷമായിട്ടാണ് സംഘടന ഒരുപാട് കാലം മുമ്പ് ആവശ്യപ്പെട്ട പല കാര്യങ്ങളിൽ ഒന്നാണ് ഈ മലയാള ഭാഷ ബില്ല് പ്രവേശിച്ചിരുന്നത്. അതുപോലെ ഒന്നാം ഭാഷ മലയാളമായിട്ട് 2018 ഓർഡിനൻസ് കൊണ്ടുവന്നതും നമ്മുടെ എല്ലാം വളരെ ശ്രദ്ധ കൊണ്ട് തന്നെയാണ്. ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ അനിവാര്യമായിട്ട് വരികയാണ്. അപ്പോൾ ഇത് ഈ സമൂഹത്തിൽ അത് നല്ല രീതിയിൽ പ്രചരണമാക്കുകയും നൽകിയിട്ട് മാതൃഭാഷ നമ്മുടെ സമൂഹത്തിൽ കേരളത്തിൽ എല്ലാവരിലും അത് ശക്തമായി സ്വാധീനം ചെലുത്തുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മാധ്യമ മേഖലയിൽ ശക്തമായി ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ സംഘടനയുടെ ഇതിന്റെ ജനറൽ കൺവീനറാണ് ദിലീപ് മാസ്റ്റർ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ മാതൃഭാഷ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് 27 വർഷമായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരത്തോടു കൂടി നടത്തിയ പരീക്ഷയുടെ കൈരളി വിജ്ഞാന പരീക്ഷ. അത് ഈ വർഷം വളരെ ഭംഗിയായിട്ട് ധാരാളം കുട്ടികൾ 10-16,000-ഓളം കുട്ടികൾ അത് പങ്കെടുത്ത് നല്ല രീതിയിൽ സംസ്ഥാനത്തിൽ പങ്കെടുത്ത് പരീക്ഷ എഴുതിയിട്ടുണ്ട്. ആ കുട്ടികളുടെ റിസൾട്ട് നമ്മൾ ഇന്ന് ഇവിടെ അനൗൺസ് ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് ആ കുട്ടികളുടെ പരീക്ഷാ ഫലവും ഇന്ന് ഇവിടെ പ്രസിദ്ധീകരിക്കുകയാണ്. ആ കുട്ടികളെ മലയാള ഭാഷയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് 8, 9, 10 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് നമ്മൾ സ്വർണ്ണ മെഡലാണ് സമ്മാനമായിട്ട് നൽകുന്നത്. ഏറ്റവും ഉയർന്ന സ്കോർ നേടുന്ന 8, 9, 10 കുട്ടികൾക്ക് സ്വർണ്ണ മെഡല് നമ്മൾ ഈ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചിട്ടാണ് നൽകുക. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൽ ഓരോ ക്ലാസ്സിലും ഏറ്റവും കൂടുതൽ സ്കോർ നേടുന്നതായ കുട്ടികൾക്ക് സാമ്പത്തിക പുരസ്കാരം 32 കുട്ടികൾക്ക് സാമ്പത്തിക പുരസ്കാരം കൊടുക്കുന്നുണ്ട്. ഇവിടെ ജില്ലയിൽ ഏറ്റവും സ്കോർ നേടുന്നതായി 42 കുട്ടികൾക്ക് സാമ്പത്തിക പുരസ്കാരവും കൊടുക്കുന്നുണ്ട്. അത് ഈ സമ്മേളനത്തിൽ വെച്ച് വലിയ നല്ല രീതിയിൽ കുട്ടികളെ ആദരിച്ചുകൊണ്ട് അനുമോദിച്ചുകൊണ്ടുള്ള വലിയൊരു ചടങ്ങായിട്ട് തന്നെയാണ് ആ പ്രതിഭാ സംഗമം എന്നാണ് നമ്മൾ ആ കുട്ടികളുടെ പ്രതിഭകളെ ആദരിക്കുന്ന വലിയ സംഗമവും ഈ നമ്മുടെ സമ്മേളനത്തിന്റെ ഒരു ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. ആ കുട്ടികളുടെ സ്വർണ്ണ മെഡൽ കിട്ടിയ കുട്ടികളുടെയും മറ്റു വിശദമായ കാര്യങ്ങൾ നമ്മൾ ഇതോടൊപ്പം തന്നെയുള്ള കടലാസിൽ കുട്ടികളുടെ സ്വർണ്ണ മെഡൽ നേടിയ കുട്ടികളുടെ വിശദമായ ഫോട്ടോയൊക്കെയും ഇതോടൊപ്പം നൽകുന്നുണ്ട്. ഇത് നല്ല രീതിയിൽ തന്നെ വാർത്തയായിട്ട് നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം കുട്ടികളിലേക്ക് മാതൃഭാഷ സ്വാധീനം നല്ലപോലെ കടന്നു വരാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ട്. ഈ പരീക്ഷയ്ക്ക് നടത്തി കൃത്യസമയത്ത് പരീക്ഷ നടത്തി നവംബറിൽ തന്നെ പരീക്ഷ നടത്തി പെട്ടെന്ന് ഇതിന്റെ ഫലം പ്രഖ്യാപിച്ചുകൊണ്ട് കുട്ടികളിലേക്ക് അത്ര കൃത്യതയോടുകൂടി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അനുവാദത്തോടുകൂടി നടത്തിയ പരീക്ഷയായിട്ടാണ് ഇത് ഉള്ളത്. ഇതിപ്പോ നമ്മള് 500 രൂപയാണ് നമ്മളൊരു കുട്ടിക്ക് കൊടുക്കുന്നു. അതുപോലെ മെമ്മന്റോ കൊടുക്കുന്നു, സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, മെഡല്, ഇങ്ങനെയാണ് ഒരു കുട്ടിയുടെ ഇത് കൊടുക്കുന്നത്. സ്വർണ്ണ മെഡൽ നമ്മൾ 1 ഗ്രാമിന്റെ സ്വർണ്ണ മെഡലാണ് 3 കുട്ടികൾക്ക് കൊടുത്തു വരുന്നത്. അതുപോലെ തന്നെ 500 വെച്ചിട്ട് ഇപ്പൊ 80-ഓളം കുട്ടികളെ നമ്മൾ ഈ 500 വെച്ചുള്ള ഇത് കൊടുക്കും, സംസ്ഥാനത്തിൽ കൊടുക്കും. ഇത് സംഘടനയില് സത്യത്തില് ഒരു 17,000-ഓളം അധ്യാപകർ വരേണ്ട സംഘടനയാണ്. 17,000 ഭാഷാധ്യാപകരുടെ സംഘടന. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തില് ഈ സംഘടനയില് പല വ്യത്യസ്ത ആശയ ആദർശങ്ങളുകൊണ്ട് പല ആളുകളും പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. എങ്കിലും ഈ സംഘടനയോട് ശക്തമായ കൂറ് പുറത്തുന്നവരും ഇതിലും നന്നായി പ്രവർത്തിച്ച് വരുന്നുണ്ട്. നമുക്ക് ഏകദേശം ഒരു 10,000-ഓളം അധ്യാപക പ്രവർത്തനങ്ങൾ ഈ സംഘടനയ്ക്ക് ഉണ്ട്. ഇതിലിപ്പോ നമ്മളെ സമാപന യാത്ര ഇപ്പോൾ സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്തതായി വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവറുകളാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അവറുകളുണ്ട്. മുൻ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ സി രവീന്ദ്രനാഥ് തൊട്ട് അങ്ങനെയുള്ള
മറ്റേ മഹത് വ്യക്തിത്വങ്ങളൊക്കെയും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിലെ ഒരു സെമിനാറിലൂടെ നമ്മുടെ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് വിദ്യാഭ്യാസ സാംസ്കാരിക സെമിനാർ. ഈ സെമിനാറിൽ അധ്യാപകർക്ക് വിദ്യാർത്ഥികൾക്ക് ഒരുപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആണ് ആ സെമിനാർ. അത് മറ്റൊരു കാണാൻ പറ്റാത്ത ഒരു കുട്ടികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് ഇന്നത്തെ ഈ കാലഘട്ടത്തിന്റെ പല കാര്യങ്ങളെയും മൂല്യവത്തായ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നതാണ് വിദ്യാഭ്യാസ സാംസ്കാരിക സെമിനാർ. നമ്മുടെ മുൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ രവീന്ദ്രനാഥ് സാറാണ് ഉദ്ഘാടനം നടത്തി പ്രതിഭകളെ ആദരിക്കുന്നത്.